ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കർ മസാല ഷവായിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, 2 വലിയുള്ളി, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കരിവേപ്പിലയും മല്ലിച്ചപ്പും. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയില്ലേ, അതും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇതാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഹാഫ് ലെമണും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ടില്ലേ നമ്മൾ കഴുകി വെച്ച ചിക്കന് ഒരു കത്തി കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുക. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മസാല ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് ഉള്ളിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ കളറ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഹാഫ് ലെമണും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ ചിക്കൻ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ മസാലേൻ്റെ മിക്സിയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്കും എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ടൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് കണ്ണച്ചപ്പത്തിരിയാണ് കേട്ടോ. ഇതിലേക്ക് ഏറ്റവും നല്ലത് കുബൂസാണ്. പിന്നെ നമ്മൾ നോമ്പെറുക്കുമ്പോൾ ചിക്കൻ റോളും പിന്നെ മധുരമുള്ള അടയില്ലേ അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പീൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ അട നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരമുള്ള അടയാണ്. ഇതിങ്ങനെ മടുക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതെടുത്തിട്ട് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മാത്രമല്ല ആ ബാക്കിയുള്ള മസാലേൻ്റെ മിക്സില്ലേ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 വിസിൽ വരുത്താം. 2 വിസിൽ വന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കന് 2 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തുറന്നു നോക്കിയപ്പോൾ ഉള്ളതാണിത്. ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് നല്ല റെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് അതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ മസാലയിൽ ബാക്കി വന്ന കുക്കറിൽ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസും പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയില്ലേ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചിക്കനില്ലേ നമ്മൾ വേവിച്ച് വെച്ച ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കുക്കർ ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല മസാലയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു ചിക്കന്. പിന്നെ ഇതിൻ്റെ മസാല ഒന്നും പറയാനില്ല, അത്രക്കും ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.